എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പാൻ കാർഡുകൾ ഉപയോഗിക്കുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. പെർമനന്റ് അക്കൗണ്ട് നമ്പർ അഥവാ പാൻ നമ്പർ അതൊരാൾക്ക് ഒന്നേ പറ്റുകയുള്ളൂ. യുണീക്ക് ആയിട്ടുള്ള ഈ ഒരു നമ്പറാണ് രാജ്യത്തെ ഓരോ പൗരന്റെയും സാമ്പത്തിക കാര്യത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രേഖ. പാൻ കാർഡുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളുമാണ് ഈ ഒരു വീഡിയോ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ഇതിനു മുമ്പ് ആദ്യം പറയാനുള്ള കാര്യം, പാൻ കാർഡ് ഉള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളായിട്ട് പറയാനുള്ളത്, 2025 ഡിസംബർ 31 പാൻ കാർഡും ആധാർ കാർഡും തമ്മിൽ ബന്ധിപ്പിക്കാത്തവരുടെ പാൻ കാർഡ് ഇപ്പോൾ അസാധുവായിരിക്കുക അല്ലെങ്കിൽ പ്രവർത്തനരഹിതമായിരിക്കുകയാണ്. 2026 ജനുവരി 1 മുതൽ ഇവ പ്രവർത്തിക്കുന്നില്ല. പല ആളുകളും ഇത് അറിഞ്ഞിട്ട് പോലും ഉണ്ടാകില്ല. ഇതുകൊണ്ട് തന്നെ പാൻ പ്രവർത്തനരഹിതമായാൽ ആദായനികുതി റിട്ടേൺ, അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ട് തുടങ്ങുന്നതിനോ 50,000 രൂപയ്ക്ക് മുകളിൽ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നതിനോ സാധിക്കില്ല. അപ്പോൾ ആരുടെയെങ്കിലും പാൻ കാർഡുകൾ ഇപ്പോൾ ഇൻഓപ്പറേറ്റീവ് ആണ് എങ്കിൽ 1000 രൂപ പിഴ അടച്ച് ആധാറും പാൻ കാർഡും തമ്മിൽ ബന്ധിപ്പിച്ച് വീണ്ടും സജീവമാക്കാൻ കഴിയുന്നതാണ്. പാൻ 2.0 പദ്ധതി കേന്ദ്ര സർക്കാർ കൊണ്ടുവരാനിരിക്കുകയാണ്. ഡിജിറ്റൽ ഐഡന്റിറ്റി, അതായത് കേന്ദ്ര സർക്കാർ പാൻ കാർഡുകൾ കൂടുതൽ സുരക്ഷിതമാക്കുന്നതിനായി പാൻ 2.0 എന്ന പുതിയ പദ്ധതി ഉടൻ കൊണ്ടുവരും. പുതിയ ആധാർ കാർഡ് പോലെ തന്നെ QR കോഡ് ഉണ്ടായും പുതിയ പാൻ കാർഡിൽ. ഹൈ സെക്യൂരിറ്റി QR കോഡായിരിക്കും ഇത്. ബാങ്കുകൾക്കും മറ്റു ഉദ്യോഗസ്ഥർക്കും സ്കാൻ ചെയ്യുന്നതിലൂടെ വിവരങ്ങൾ പെട്ടെന്ന് ഉറപ്പുവരുത്താൻ സാധിക്കും. പക്ഷേ പാൻ കാർഡിന്റെ ദുരുപയോഗം ഇതിലൂടെ തടയാനും സാധിക്കുന്നതാണ്. അതുപോലെ ഈ പാൻ കാർഡുകളും ഇപ്പോൾ ഉണ്ട്. ഡിജിറ്റൽ രൂപത്തിലുള്ള പാൻ കാർഡുകൾക്ക് സർക്കാരുകൾ കൂടുതൽ മുൻഗണന നൽകുന്നുണ്ട്. ഇവ ഫോണിലോ ഇമെയിലിലോ സൂക്ഷിക്കുന്നതിലൂടെ എവിടെയും ഇത് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. മറ്റൊന്ന്, പുതിയ ഇൻകം ടാക്സ് ആക്ട് ഉടൻ നടപ്പിലാവാൻ പോവുകയാണ്. നിയമമാറ്റം 1961 ആദായ നികുതി നിയമത്തിന് പകരം ഇൻകം ടാക്സ് ആക്ട് 2025 പ്രാബല്യത്തിൽ വരാനിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി പല പഴയ നിയമങ്ങളും 2026 ഏപ്രിൽ 1 മുതൽ മാറാൻ പോവുകയാണ്. അപ്പൊ ഇതിനകം ആധാറും പാൻ കാർഡും ലിങ്ക് ചെയ്യാത്തതുകൊണ്ട് ആരുടെയെങ്കിലും പാൻ കാർഡുകൾ താൽക്കാലികമായിട്ട് പ്രവർത്തനരഹിതമായിട്ടുണ്ട് എങ്കിൽ ആദായ നികുതി വകുപ്പിന്റെ ഔദ്യോഗിക പോർട്ടൽ വഴി നിങ്ങളുടെ പാൻ കാർഡ് സജീവമാണോ എന്ന് പരിശോധിക്കാൻ സാധിക്കുന്നതാണ്. ഇന്നോപ്പറേറ്റീവ് ആണ് എങ്കിൽ ഇതേ ലിങ്കിലൂടെ തന്നെ 1000 രൂപ പിഴ അടച്ച് ആധാറുമായി ബന്ധിപ്പിച്ച് പാൻ കാർഡ് സജീവമാക്കാൻ സാധിക്കുന്നതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എന്താണ് പാൻ കാർഡ്, പാൻ കാർഡിന്റെ കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിയുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഇനി പറയുന്നത്. ഇന്ത്യയിൽ ഏതൊരു പൗരന്റെയും സാമ്പത്തിക രേഖകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പാൻ കാർഡ് അഥവാ പെർമനന്റ് അക്കൗണ്ട് നമ്പർ. ആദായ നികുതി വകുപ്പാണ് പാൻ കാർഡ് നൽകുന്നത്. ബാങ്ക് അക്കൗണ്ട് തുടങ്ങുന്നതിനും നികുതി അടക്കുന്നതിനും തുടങ്ങി ഭൂരിഭാഗം സാമ്പത്തിക കാര്യങ്ങൾക്കും പാൻ കാർഡ് ആവശ്യമാണ്. നികുതിദായകരുടെ വിവരങ്ങൾ ശേഖരിച്ചു വെക്കുന്നതിനാണ് ആദായ നികുതി വകുപ്പ് പാൻ കാർഡ് അവതരിപ്പിച്ചത്. രാജ്യത്തെ ഓരോ നികുതിദായകനും നൽകുന്ന ഈ നമ്പർ ഓരോരുത്തർക്കും വ്യക്തിപരമാണ്. അതായത് ഒരു സീരിയൽ നമ്പറിൽ ഒരു കാർഡ് മാത്രമേ രാജ്യത്ത് ഉണ്ടാകൂ എന്നർത്ഥം. പാൻ കാർഡ് നൽകുന്നതിലൂടെ ഓരോ നികുതിദായന്റെയും സാമ്പത്തിക ഇടപാടുകൾ ക്രോഡീകരിച്ച് അവലോകനം ചെയ്യാൻ ആദായ നികുതി വകുപ്പിന് എളുപ്പത്തിൽ കഴിയും. ഓരോ വ്യക്തിയുടെയും അല്ലെങ്കിൽ കമ്പനികളുടെയും പേരിലുള്ള പാൻ കാർഡ് നമ്പർ ആയിരിക്കും അവരുടെ സാമ്പത്തിക ഇടപാടുകൾ രേഖപ്പെടുത്തുക. അങ്ങനെ വരുമ്പോൾ നികുതി സംബന്ധമായ എല്ലാ വിവരങ്ങളും ആദായ നികുതി വകുപ്പിന് എളുപ്പത്തിൽ പരിശോധിക്കാനും നികുതി വെട്ടിപ്പുകൾ തടയാനും സാധിക്കും. ഇത് തന്നെയാണ് പാൻ കാർഡ് അവതരിപ്പിച്ചതിന് പിന്നിലെ പ്രധാന ലക്ഷ്യവും. അനധികൃതമായി പണമിടപാടുകൾ, കള്ളപ്പണ ഇടപാട് തടയുക എന്ന ലക്ഷ്യവും പാൻ കാർഡിന് പിന്നിലുണ്ട്. എന്നാൽ പാൻ കാർഡ് ഏതൊക്കെ കാര്യങ്ങൾക്ക് നിർബന്ധമാണ് എന്ന് പല ആളുകൾക്കും അറിയില്ല. രാജ്യത്ത് നിലവിൽ പാൻ കാർഡ് എന്തൊക്കെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്? നിർബന്ധമായും പാൻ കാർഡ് വേണമെന്ന് ആവശ്യപ്പെടുന്നത് എന്തൊക്കെ കാര്യങ്ങൾക്കാണ്? അതിൽ പ്രധാനപ്പെട്ടത് 50,000 രൂപക്ക് മുകളിൽ നിക്ഷേപം നടത്തുമ്പോൾ ബാങ്കിൽ പാൻ കാർഡ് വിവരങ്ങൾ നൽകണം. 50,000 രൂപക്ക് മുകളിലുള്ള ഡ്രാഫ്റ്റ് നിക്ഷേപിക്കുമ്പോഴും പാൻ കാർഡ് നിർബന്ധമാണ്. ക്രെഡിറ്റ് കാർഡിനോ മ്യൂച്വൽ ഫണ്ട് പോലുള്ള നിക്ഷേപ പദ്ധതികൾക്കോ സൂക്ഷിക്കുന്ന സമയത്തും പാൻ കാർഡ് ആവശ്യമാണ്. 1 ലക്ഷത്തിന് മുകളിൽ വില വരുന്ന ആസ്തികളുടെ ഇടപാടുകൾ നടത്തുമ്പോഴും പാൻ കാർഡ് നിർബന്ധമാണ്. 5 ലക്ഷത്തിൽ കൂടുതൽ മൂല്യമുള്ള സ്ഥലം വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യണമെങ്കിലും പാൻ കാർഡ് നിർബന്ധമാണ്. മോട്ടോർ വാഹനങ്ങൾ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുമ്പോഴും പാൻ കാർഡ് വിവരങ്ങൾ നൽകണം.
കയറ്റുമതി അല്ലെങ്കിൽ ഇറക്കുമതി ചെയ്യുമ്പോഴും പാൻ കാർഡ് നിർബന്ധമാണ്. 25,000 രൂപക്ക് മുകളിലുള്ള വിദേശ യാത്രകൾ നടത്തുന്നതിനും പാൻ കാർഡ് വേണം. ഇപ്പോൾ 1 പവൻ സ്വർണം വേണമെങ്കിൽ പോലും പാൻ കാർഡ് നിർബന്ധമാകുന്ന അവസ്ഥയിലേക്ക് സ്വർണ്ണവിലയും എത്തിയിട്ടുണ്ട്. രാജ്യത്ത് എത്ര തരം പാൻ കാർഡുകളുണ്ട്? രാജ്യത്ത് ഒരു പൗരന് ഒരു പാൻ കാർഡ് മാത്രമേ ഉണ്ടാകൂ എന്ന് നേരത്തെ പറഞ്ഞു. എന്നാൽ രാജ്യത്ത് ഒരു തരത്തിലുള്ള പാൻ കാർഡ് മാത്രമല്ല ഉള്ളത്, വിവിധ തരത്തിൽ പാൻ കാർഡുകളുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഓരോ വ്യക്തികൾക്കും നൽകുന്ന സാധാരണ പാൻ കാർഡാണ്. രണ്ടാമത്തേത് രാജ്യത്തുള്ള കമ്പനികൾക്ക് പ്രത്യേകം പാൻ കാർഡുകളുണ്ട്. മൂന്നാമത്തേത് വിദേശ പൗരന്മാർക്കും പാൻ കാർഡ് നൽകുന്നുണ്ട്, വിദേശ കമ്പനികൾക്കും പാൻ കാർഡ് നൽകുന്നുണ്ട്. ഈ 4 തരത്തിലുള്ള പാൻ കാർഡുകൾ ഇന്ത്യയിൽ ഉണ്ട്. ഇതിൽ വ്യക്തികൾക്കുള്ള പാൻ കാർഡുകളിൽ വ്യക്തിയുടെ ഫോട്ടോ, പേര്, പിതാവിന്റെ പേര്, ജനനതീയതി, ഒപ്പ്, QR കോഡ്, പാൻ നൽകിയ തീയതി, പാൻ നമ്പർ എന്നിവ ഉണ്ടായിരിക്കും. എന്നാൽ കമ്പനികളുടെ പാൻ കാർഡിൽ ഒരു വ്യക്തിയുടെ ഫോട്ടോയോ ഒപ്പോ ഉണ്ടായിരിക്കില്ല. അടുത്ത പ്രധാനപ്പെട്ട സംശയം പാൻ കാർഡ് എപ്പോഴെങ്കിലും കാലഹരണപ്പെടുമോ എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഇത് പുതുക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. ഒരു വ്യക്തിയുടെ പാൻ കാർഡ് ഉണ്ട് എങ്കിൽ അത് ആജീവനാന്തമാണ് നൽകപ്പെടുന്നത്, അത് പുതുക്കേണ്ട ആവശ്യം ഇല്ല. ഒരു പാൻ കാർഡ് റദ്ദാക്കുക ആ പാൻ കാർഡ് ഉടമയുടെ മരണത്തോടു കൂടിയാണ്. അതായത് ഒരിക്കൽ ഇഷ്യൂ ചെയ്താൽ ആ ആൾക്ക് പിന്നീട് ആജീവനാന്തം ആ പാൻ കാർഡ് മാത്രം മതി. അതിനാൽ തന്നെ പാൻ കാർഡുകൾ കാലഹരണപ്പെടുന്നതിനെ കുറിച്ചുള്ള സന്ദേശങ്ങൾ തേടി വരികയാണ് എങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള തട്ടിപ്പുകൾ രാജ്യത്ത് നിരന്തരം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കോളുകളിലൂടെയോ സന്ദേശങ്ങളിലൂടെയോ പാൻ കാർഡ് പുതുക്കുന്നതിന് ആവശ്യപ്പെട്ടേക്കാം. അതിനായി പാൻ കാർഡ് വിവരങ്ങൾ കൈമാറുന്നു. ഇതിനായി അവർ നൽകുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യാനോ അല്ലെങ്കിൽ പാൻ വിവരങ്ങൾ ചോർത്തുകയോ ചെയ്യും. ഒരു പാൻ കാർഡിന്റെ ഉടമയുടെ വിവരങ്ങൾ അടങ്ങിയിട്ടുള്ള 10 അക്ക ആൽഫ ന്യൂമറിക് നമ്പർ പാൻ കാർഡിലുണ്ട്. ഒപ്പം കാർഡ് ഉടമയുടെ ഒപ്പ്, ഫോട്ടോ, വിലാസം എന്നിവയും ഇതിൽ അടങ്ങിയിരിക്കുന്നു. അതിനാൽ തന്നെ തട്ടിപ്പുകാർക്ക് കാർഡ് ഉപയോഗിച്ച് തട്ടിപ്പുകൾ നടത്താൻ സാധിക്കുന്നതാണ്. ആദായനികുതി നിയമം 1961 സെക്ഷൻ 139A പ്രകാരം ഒരാൾക്ക് ഒരു പാൻ കാർഡ് മാത്രമേ കൈവശം വെക്കാൻ അനുവാദമുള്ളൂ. നിങ്ങളുടെ പേരിൽ ഒരു പാൻ കാർഡ് നിലവിൽ ഉണ്ട് എങ്കിൽ വീണ്ടും പുതിയ പാൻ കാർഡിന് അപേക്ഷിക്കാനുള്ള അർഹതയില്ല. അങ്ങനെ ചെയ്യുന്നത് സെക്ഷൻ 139A നിയമ ലംഘനമാണ്. ആരെങ്കിലും അറിയാതെ 2 പാൻ കാർഡുകൾ എടുത്തിട്ടുണ്ട് എങ്കിൽ അതിൽ ഒന്ന് സറണ്ടർ ചെയ്യേണ്ടതാണ്. പാൻ കാർഡ് അല്ലാതെയും പല സമയത്തും സറണ്ടർ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ പാൻ കാർഡിലെ തെറ്റായ വിവരങ്ങൾ അല്ലെങ്കിൽ ആദായനികുതി വകുപ്പ് അംഗീകരിച്ച മറ്റ് കാര്യങ്ങളാലും പാൻ കാർഡ് സറണ്ടർ ചെയ്യേണ്ടി വരും. ഇരട്ട പാൻ കാർഡ് ഉണ്ട് എങ്കിൽ എങ്ങനെ സറണ്ടർ ചെയ്യും എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ആദായനികുതി വകുപ്പിന്റെ ഔദ്യോഗികമായിട്ടുള്ള വെബ്സൈറ്റായ NSDR പോർട്ടലിൽ പോയി പാൻ കാർഡിനായി ഓൺലൈനായി അപേക്ഷിക്കുക എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അടുത്തതായി വരുന്ന ഓപ്ഷനിൽ ആപ്ലിക്കേഷൻ തരം തിരഞ്ഞെടുക്കുക. പിന്നീട് നിലവിലുള്ള പാൻ കാർഡിലെ ഡാറ്റയിലെ തിരുത്തൽ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. തുടർന്ന് പാൻ റദ്ദാക്കൽ ഫോം സ്ക്രീനിൽ ദൃശ്യമാകും. ആവശ്യമായ വിശദാംശങ്ങൾ പൂരിപ്പിച്ച് നിങ്ങൾ സറണ്ടർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന പാൻ കാർഡ് വിവരങ്ങളും സൂചിപ്പിക്കുക. പിന്നീട് സബ്മിറ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അവസാനമായി ഓൺലൈൻ പേയ്മെന്റ് വിഭാഗത്തിനായി ഓൺലൈൻ പേയ്മെന്റ് നടത്തി ഭാവിയിലെ ആവശ്യങ്ങൾക്കായി ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്യുക. ആദായനികുതി വകുപ്പിന്റെ നിയമപ്രകാരം ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ പാൻ കാർഡുകൾ കൈവശം വെക്കാൻ പാടില്ല. നിങ്ങളുടെ കയ്യിൽ ഒന്നിൽ കൂടുതൽ പാൻ കാർഡുകൾ ഉണ്ട് എങ്കിൽ ആദായനികുതി നിയമത്തിന്റെ ലംഘനമായി കണക്കാക്കുന്നതിനാൽ പിഴയും നിയമപരമായ പ്രത്യാഘാതങ്ങളും നേരിടേണ്ടി വന്നേക്കാം. ഒരു വ്യക്തിക്ക് ഒന്നിൽ കൂടുതൽ പാൻ കാർഡ് ഉണ്ട് എങ്കിൽ 1961 ആദായനികുതി നിയമം 272B വകുപ്പ് പ്രകാരം ആദായനികുതി വകുപ്പ് അവർക്കെതിരെ നടപടി ആരംഭിക്കുന്നതാണ്. ഈ നിയമപ്രകാരം 10,000 രൂപ പിഴ ചുമത്തുന്നതുമാണ്. പാൻ കാർഡിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ കഴിയുമോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. പാൻ കാർഡിൽ എന്തുതരം മാറ്റം വരുത്തുമ്പോഴും അത് നാഷണൽ ഡിപ്പോസിറ്ററി ലിമിറ്റിന്റെ വെബ്സൈറ്റ് വഴി നടത്തേണ്ടതാണ്. നാഷണൽ സെക്യൂരിറ്റീസ് ഡിപ്പോസിറ്ററി ലിമിറ്റഡിന്റെ വെബ്സൈറ്റ് വഴിയാണ് നടത്തേണ്ടത്. അല്ലെങ്കിൽ UTISL പോർട്ടൽ മുഖേനയും നടത്താവുന്നതാണ്. ചില സന്ദർഭങ്ങളിൽ കുട്ടികൾക്കും പാൻ കാർഡ് വേണം. അത് എപ്പോഴൊക്കെയാണ് എന്നുള്ളതാണ്. കുട്ടിയുടെ പേരിൽ നിങ്ങൾ നിക്ഷേപിക്കുന്നുണ്ട് എങ്കിൽ പാൻ കാർഡ് കുട്ടിയുടെ പേരിൽ ഉണ്ടാവണം. മാത്രമല്ല നിങ്ങളുടെ പേരിലുള്ള നിക്ഷേപത്തിൽ കുട്ടിയെ നോമിനിയാക്കണമെങ്കിലും
കുട്ടിക്ക് പാൻ കാർഡ് എടുക്കണം. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം. ബൈ.